ഹേ ഗൈസ്, ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് UGC ആഡ്സിനെ പറ്റിയാണ്. യൂസർ ജനറേറ്റഡ് ആഡ്സ്. യൂസർ ജനറേറ്റഡ് ആഡ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മെയിൻലി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പരസ്യങ്ങളുണ്ടല്ലോ, അതെങ്ങനെ എഴുതണം, എങ്ങനെ എഴുതാൻ പാടില്ല, ഹൗ ടു ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് UGC ആഡ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വർടൈസിങ് മെത്തേഡാണ് UGC ആഡ്സ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഓർഗാനിക് ആയിട്ട് ഇത് വളരാനായിട്ടല്ല, ഇൻഓർഗാനിക് ആയിട്ട്, അതായത് പെയ്ഡ് ക്യാമ്പയിൻസ്. നമുക്ക് ലീഡ് ജനറേഷൻ ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസിനായിട്ടോ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുമ്പോൾ UGC ക്യാമ്പയിൻസ് ആണ് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ UGC ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പലപ്പോഴും ഒരു UGC ക്യാമ്പയിനോ അല്ലെങ്കിൽ ഒരു ഏറ്റവും ഹൈ പെർഫോമിംഗ് ആഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു യൂഷ്വൽ ട്രഡീഷണൽ രീതിയിലുള്ള ആഡ് ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആഡ് ഫിലിം ഉണ്ടാക്കുന്ന രീതി ചിന്തിച്ചിട്ട് അതുപോലത്തെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വരും. വൈൽ ഒരു ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആഡ് അല്ലെങ്കിൽ ഒരു TV ആഡ് പെർസ്പെക്റ്റീവിൽ അത് വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും ഹൈ പേസ്ഡ് ഡൈനാമിക് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇത് വർക്ക് ചെയ്യണമെന്നില്ല. ഒരു UGC എഴുതുമ്പം ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഞാൻ കാണുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഡോണ്ട് ഹാവ് ദ മൈൻഡ് സെറ്റ് ഓഫ് ഇതൊരു ബ്രാൻഡിങ് ഫിലിമാണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ, നമ്മളൊരു ഐഡിയ കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഡോണ്ട് റൈറ്റ് ഡ്രീമി ഫാന്റസി സ്റ്റഫ് എഴുതരുത്. നമ്മൾ യൂഷ്വലി കാണുന്ന എഴുതരുത്. ഇറ്റ് ഷുഡ് ബി ഈസി ടു എക്സിക്യൂട്ട്, ഫാസ്റ്റ് ആൻഡ് മെയിൻലി ഇവിടെ ഡോണ്ടിൻ്റെ അകത്ത് വരുന്ന സാധനമാണ് ഇൻഡയറക്റ്റ്. ഇത് ഡയറക്റ്റ്, റൈറ്റ്? ഒരു UGC ഇതിന് ഡയറക്റ്റ് ആയിരിക്കണം, സംഭവം ഡയറക്റ്റ് ആണ്. അതായത് ഒരാൾ ഇത് ഉപയോഗിച്ചു, അതിന്റെ റിവ്യൂ പറയുന്നു. റിവ്യൂ ഓൺ സ്റ്റെറോയിഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും UGCനെ. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഈവൻ സ്ക്രിപ്റ്റിംഗ് വരുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ് പേസ്ഡ്. ഇപ്പോൾ സ്ക്രിപ്റ്റിംഗിന്റെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി ഫാസ്റ്റ് പേസ്ഡ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ചില പരസ്യങ്ങളൊക്കെ കാണും, മറ്റേ ഉൾക്കരുത്ത് അതിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ലോ ഓപ്പണിങ് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു ആഡ്സ് ഉണ്ട്. അത് UGCയിൽ വർക്ക് ചെയ്യില്ല. അതൊരു ആഡാണ്, ആൾക്കാർക്ക് ആദ്യം തന്നെ തോന്നിപ്പോകും. പെട്ടെന്ന് റിവ്യൂ ആണ് ഒരു ഇതാണ്. ഒരു യൂഷ്വലി ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇഫ് യു ടേക്ക് എൻ എയർ ഫ്രയർ. ഒരു എയർ ഫ്രയർ ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു എയർ ഫ്രയറിന്റെ ഒരു UGC ഉണ്ടാക്കുവാണെങ്കിൽ ഡോണ്ട് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ഓപ്പണിംഗ് സീൻ, ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, ഒരു കിച്ചന്റെ ഇത് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ മറ്റേ അമ്മ കൊച്ചു വന്ന അമ്മയോട് പറയുന്നു, എനിക്ക് വിശക്കുന്നു അമ്മ. ഉടനെ അമ്മ ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നു, എന്തുണ്ടാക്കി കൊടുക്കണം, ഹെൽത്തി ഫുഡ് കൊടുക്കണോ അൺഹെൽത്തി ഫുഡ് കൊടുക്കണോ? ഹെൽത്തി ഫുഡ് കൊടുത്താൽ തീറ്റിക്കാൻ ഭയങ്കര പാടാണ്, അൺഹെൽത്തി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കഴിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഉടനെ അമ്മയിരുന്ന് ആലോചിക്കുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറി ബേസിൽ ഇങ്ങനെ സംഭവം സെറ്റ് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓബ്വിയസ് ആണ് പരസ്യം എന്നുള്ള കാര്യം. അത് UGCസിൽ വർക്ക് ചെയ്യത്തില്ല. സ്റ്റോറി ടെല്ലിംഗ് വേണം, പക്ഷെ ഒരു എന്താ പറയുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് അത്. ഓക്കെ, അതിനത് സ്ലോയാണ്, ഇറ്റ് ഇസ് സ്ലോ. ഓക്കെ, ഗെറ്റ് ടു ദ പോയിന്റ്. പക്ഷേ UGCസിലാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കഴിക്കുന്നത്, എൻ്റെ 15 കിലോ കുറയുകയും ചെയ്തു, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പം ഞാൻ ഹെൽത്തിയാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സഡൻലി ആൾക്കാരുടെ ഒരു ശ്രദ്ധ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും അടുത്ത ഫീച്ചേഴ്സിലോട്ട് പോകാം. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഡ് ഫിലിം വന്നു കഴിയുമ്പം യൂഷ്വലി ഒരു സ്റ്റോറി ടെൽ ചെയ്ത് അതിലോട്ട് പ്രൊഡക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ലോ പ്രൊഡക്റ്റ് ഇൻ്റഗ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഡയറക്റ്റ് ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെയിൻ പോയിന്റിനെ കുറിച്ച് സംസാരിക്കത്തില്ല. വി സംടൈംസ് ടോക്ക് അബൌട്ട് ദ ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് വാല്യൂസ്. ഓക്കെ, ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു അതിനെക്കുറിച്ച് പിന്നെ സംസാരിച്ചാൽ നമ്മൾ ഇപ്പോൾ സെല് ചെയ്യേണ്ട സംഭവമാണ് ഈ കസ്റ്റമർ പെയിൻ പോയിന്റ് ആൻഡ് സൊല്യൂഷൻ. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞല്ലോ, മറ്റേ അമ്മ രാവിലെ എണീക്കുന്നു, മറ്റേ കൊച്ചുങ്ങൾ വരുന്നു, ഹാപ്പി ആയിട്ട് ടേബിളിൽ ഇരിക്കുന്നു, ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ട് കൊടുക്കുന്നു. അമ്മ ഇരിക്കുന്നു, അമ്മയെ എന്തുകൊണ്ടാണ് എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് തരുന്നത്? അപ്പോൾ പറയും, നമ്മൾ ഫിലിപ്സിൻ്റെ അല്ലെങ്കിൽ എക്സ് ബ്രാൻഡിൻ്റെ എയർ ഫ്രയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമില്ല. അതേ സമയത്ത് ഒരു ഫാസ്റ്റ് ഡയറക്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ, ഞാൻ എന്നും രാവിലെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്, എൻ്റെ 15 കിലോയും ചെയ്തു, ബ്ലഡ് ടെസ്റ്റിൽ എൻ്റെ എല്ലാ ഹെൽത്ത് മാർക്കേഴ്സും ഓക്കെയാണ്. എയർ ഫ്രയർ മേടിക്കുമ്പോൾ എനിക്ക് വേറെ ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓയിലിന് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ഓയിൽ ഉപയോഗിക്കാതെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ഇലക്ട്രിസിറ്റി ഈസ് ചീപ്പർ ദാൻ ഗ്യാസ്, കൊണ്ട് അവിടെ ലാഭമുണ്ട്. അത് മാത്രമല്ല, ഒരു സാധനം കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു സ്റ്റൗവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എയർ ഫ്രയറിങ് എടുത്ത് വയ്ക്കുക, ടൈമർ സെറ്റ് ചെയ്യുക, ഏത് ഫുഡാണ് വെച്ചിട്ടുള്ള ബട്ടൺ വെക്കുക, കുളിക്കാൻ പോവുക, TV കാണുക, ഡ്രസ്സ് മാറുക, തിരിച്ചു വരിക, ഫുഡ് റെഡി. അപ്പോൾ നിങ്ങൾ കിച്ചണിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര പെയിൻ പോയിന്റ്, അവരുടെ ബുദ്ധിമുട്ടുകളെ ഡയറക്റ്റ് അഡ്രസ് ചെയ്ത് ഡയറക്റ്റ് സാധനം സെല് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഇത് ചീത്തയാന്നല്ല പറയുന്നത്, ഇതിന്റെ പർപ്പസ് വേറെയാണ്. നമ്മൾ ഓൺലൈനിലായിട്ട് സെയിൽസിനായിട്ട് എഴുതുമ്പോൾ UGC ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ആ സമയത്ത് തിങ്ക് ലൈക്ക് ദിസ്. തിങ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് വൺ ഹുക്ക്, അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക. സെക്കൻഡ്, അവരുടെ ഈ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ്, ഈ പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ സർവീസിൻ്റെയോ ഫീച്ചേഴ്സ് എങ്ങനെയാണ് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുക. അതായത് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ. പല സമയത്തും
ചിലവരിങ്ങനെ പറയും വിത്ത് ഇറ്റ്സ് ക്വിക്ക് ഡ്രൈയിങ് ആക്ഷൻ ടെക്നോളജി അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമായിരിക്കും, അല്ലെങ്കിൽ റാപ്പിഡ് ഹോട്ട് എയർ ടെക്നോളജി എന്നൊക്കെ മറ്റേ എയർ ഫ്രയറിനകത്ത് പറയും. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അതേ സമയത്ത് ഇവരുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ ആയിട്ടുള്ള ഈ ബട്ടറെ ഞെക്കി ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം എങ്ങനെ ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ആ സമയത്ത് നിങ്ങൾ അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്. സോ എങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, ഇതിനൊരു ഫീച്ചർ ഉണ്ട്, ആ പ്രോബ്ലം എങ്ങനെ ഈ ഫീച്ചർ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം കസ്റ്റമേഴ്സിന് അറിഞ്ഞാൽ മതി. ഒരു ബ്രാൻഡിന്റെ സ്റ്റോറി ഒക്കെ ടെൽ ചെയ്യാനായിട്ട് ആഡ് ഫിലിംസ് നല്ലതാണ്, പക്ഷേ ഇപ്പൊ സെയിൽ കൊണ്ടുവരണമെങ്കിൽ UGC രീതിയിൽ സംഭവം സെറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇതിനെ UGC എന്ന് വിളിക്കുമെങ്കിലും ശരിക്കും അത് UGC അല്ല, അതിനൊരു കോമൺ ടേം ആണ് UGC. വേണമെങ്കിൽ ഹൈ കൺവേർട്ടിംഗ് ആഡ്സ്, ഹൈ കൺവേർട്ടിംഗ് സോഷ്യൽ മീഡിയ ആഡ്സ് എന്ന് ഇതിനെ വിളിക്കാൻ പറ്റും. സോ അതാണ് കസ്റ്റമർ ആൻഡ് പെയിൻ പോയിന്റ് സൊല്യൂഷൻ. ഇതിന് 3 പാർട്ടാണ് ഉള്ളത്. റൈറ്റ്. ഇതിന്റെ 3 പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 1 ഹുക്ക്, പാർട്ട് 2 ബോഡി, പാർട്ട് 3 CTA. സിമ്പിൾ പരിപാടിയാണ്, 3 ആയിട്ട് തിരിക്കുക. ഓക്കെ. പാർട്ട് 1 ഹുക്ക് എന്ന് പറയുന്നത് സ്ക്രോൾ ചെയ്തുകൊണ്ടുമാണ് ആദ്യത്തെ 3 സെക്കൻഡിൽ ഇവരുടെ അറ്റൻഷൻ എങ്ങനെ ഗ്രാബ് ചെയ്യാം. റാൻഡം അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ കറക്റ്റ് കസ്റ്റമറിന്റെ, നമ്മുടെ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിന്റെ അറ്റൻഷൻ എങ്ങനെ ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഹുക്ക് കൊണ്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു എയർ ഫ്രയർ മേടിക്കുന്ന ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എയർ ഫ്രയർ മേടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എണ്ണയെ പൊരിക്കുന്നതിനെ കഴിയും ടേസ്റ്റ് കൂടുതലാണ് എയർ ഫ്രയറിന്. അങ്ങനെ ഒരു ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ടേസ്റ്റി ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഇവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ടു ബി ഓണസ്റ്റ് 80% ഓഫ് ദ ടേസ്റ്റേ ഉള്ളൂ എയർ ഫ്രയറിന്. സോ അതുകൊണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ എയർ ഫ്രയറിനെ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഹുക്ക് ഷുഡ് ബി ദാറ്റ്. ഇനി ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഹുക്ക് എപ്പോഴും ഒരു 3 to 4 ഹുക്സ് സെറ്റ് ചെയ്യണം. 3-4 ഹുക്ക് സെറ്റ് ചെയ്യണം. ബോഡി ഒരെണ്ണം സെറ്റ് ചെയ്താൽ മതി. ഈ ബോഡിക്കകത്താണ് ഫാസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിന്റെ പെയിൻ പോയിന്റും സൊല്യൂഷനും സംസാരിക്കും. പിന്നെ മെയിൻലി സോഷ്യൽ പ്രൂഫ് ആഡ് ചെയ്യുക. സോഷ്യൽ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പം തന്നെ ഇന്ത്യയിൽ 65,000 എയർ ഫ്രയർ ആണ് ഒരു ദിവസം വിറ്റ് പോകുന്നതെന്ന് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോമൺ ആയിട്ട് കൂടുന്നൊരു സംഭവമാണെന്ന് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതിന് പല പല രീതിയിൽ നമുക്ക് സംസാരിക്കാം. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്നൊരു അഡ്വർടൈസ്മെന്റ് ആണ്, അത് ഞാനിവിടെ ലിങ്ക് ചെയ്തിടാം. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. ഒരു സ്റ്റേ മീൻ എന്ന് പറഞ്ഞൊരു ഷർട്ടിന്റെ ഒരു സംഭവം. ഈ വീഡിയോ ആണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ സോഷ്യൽ പ്രൂഫ് വഴി സാധനം വിൽക്കുന്നതിന്റെ. Akhil, Sheetal, Alan, Ashika, Shehzad, and all of you watching this right now. This question is keeping me up at night and I think you guys know the answer. Recently, we launched printed shirts on Fully Filmy with a brand new packaging with new freebies. We're even giving out a free mini perfume to keep you as fresh as the shirt. But the strangest thing is, you guys are ordering one particular shirt more than any other shirt on our website. In fact, more than 80% of our shirt sales is coming from this one shirt, which is the Stay Mean shirt right here. Maybe it's quirky, maybe you like the idea of the print very interesting, maybe you like the color combo, but we haven't promoted the shirt anywhere. We've not sent this to any influencer to wear it. So why are you guys buying this shirt more than the others? If you guys know the answer, please tell me in the comments, and if you don't, go check it out on our website, order one for yourself and then come back and tell me. പിന്നെ അടുത്തത് ഈ വീഡിയോ ആണ്, ഒരു നല്ലൊരു UGC വീഡിയോ എന്ന് പറയുന്നത്. I'm not wearing any pants right now. That's because I'm wearing Blue Tiger office joggers. And boy, this is the ultimate office joggers. And let me tell you why. When your work has a lot of moving around, pants or jeans ain't gonna work. And you know why. But these joggers, so breathable, stretchy and convenient. Exactly what we need. With its quick drying and odor control technology, it looks good and feels good. It's also wrinkle resistant, which means you look sharp throughout your day. Are joggers really office wear? Will it look unprofessional? Take a look at these joggers and give me one good reason why it's not. It looks like pants and you can style it with shirts and t-shirt. And it feels so good. You know what else? It's an all-day wear, which means you can even sleep in them without getting irritated by the restriction of a tailored fit or an unstretchy pants. I realized after getting a hold of these joggers that the pant life is behind me. I am a changed man thanks to this jogger. ബോഡി 1 എന്ന് പറയുമ്പോൾ ബോഡി 1ൻ്റെ അകത്ത് കസ്റ്റമറിന്റെ പെയിൻ പോയിന്റ്, സൊല്യൂഷൻ, സോഷ്യൽ പ്രൂഫ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത്. അടുത്തത് ഈ ബോഡി ഒരെണ്ണം വെൽ റിട്ടൺ ആയിരിക്കണം. നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലവും സൊല്യൂഷനും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ആയിരിക്കണം. CTA എന്ന് പറയുന്നത് എവിടെ നിന്നാണ് മേടിക്കേണ്ടത്? വെരി സിമ്പിൾ. ശരി, ഓൺലൈനാണ് മേടിക്കുന്നെങ്കിൽ ഓൺലൈൻ മേടിക്കുക, ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ, ലീഡ് ഫോം ഫില്ല് ചെയ്താൽ മതിയെങ്കിൽ ലീഡ് ഫോം ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. ഈ ഹുക്ക് നമ്മൾ ഈ ബോഡിയും CTA സെയിം ആക്കി വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3-4 ഹുക്സ് വെച്ച് ടെസ്റ്റ് ചെയ്യുക. ഏത് ഹുക്കാണ് വർക്ക് ചെയ്തെന്ന് നോക്കുക. ആ ഹുക്ക് വെച്ച് വീണ്ടും 3-4 ഉപയോഗിക്കുക. നമുക്ക് കുറേ നാൾ ഈ പറയുന്ന ബോഡിയും ഇതും റീയൂസ് ചെയ്തുകൊണ്ടിരിക്കാം. ഹുക്ക് മാത്രം മാറ്റി അഡ്വർടൈസ്മെന്റ്സ് റൺ ചെയ്താൽ മതി. ഓക്കെ. സോ അങ്ങനെയാണ് ഒരു UGC ആഡ് സെറ്റ് ചെയ്യുന്നത്. ഒരു ബേസിക് സാധനം അതാണ്. ഓക്കെ. നൗ ഇപ്പം ഞാൻ പറഞ്ഞൊരു ഹൈ കൺവേർട്ടിംഗ് ആഡ്സ് ആണ്.
ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു റിവ്യൂ രീതിയിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ സെല്ലിംഗ് രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണ്. അത് മാത്രമല്ലാതെ പല രീതിയിൽ നമുക്ക് UGC സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് റിവ്യൂ പറയുന്നത്, ഒരു പാർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ പ്രൂഫിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട്. അപ്പം സോഷ്യൽ പ്രൂഫിനെ കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ആഡ് റൺ ചെയ്യുന്നത്. ഈ മാസം ഞങ്ങളുടെ ഈ പെർഫ്യൂം, ഞങ്ങളുടെ ഏറ്റവും ലോവസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള പെർഫ്യൂം, ഈ മാസം ഞങ്ങളൊരു സാമ്പിൾ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 60,000 ബിറ്റ് ഞങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ബോഡി, പിന്നെ CTA, റൈറ്റ്. സോ അത് സോഷ്യൽ പ്രൂഫാണ് ചെയ്യുന്നത്. കാരണം ഒത്തിരി ആൾക്കാർ ഈ പെർഫ്യൂം മേടിക്കുന്നുണ്ടെന്ന് സംസാരിക്കുന്ന രീതിയിൽ. മുമ്പേ കാണിച്ച ഷർട്ടിൻ്റെ പരസ്യവും അങ്ങനെ തന്നെയാണ് വരുന്നത്. ചിലത് പക്ക ഫീച്ചർ സ്പെസിഫിക് ആയിട്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചുളുങ്ങാത്ത ഷർട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ അത് തേക്കേണ്ട ആവശ്യമില്ല, അത് കൂടുതലും ഫീച്ചർ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഇത് എത്ര പേര് മേടിച്ചെന്നുള്ളതല്ല, അവരുടെ ഏറ്റവും വലിയ പെയിൻ പോയിന്റ് ആയിട്ടുള്ള ഒരു ഷർട്ട് ഇടുന്നതിനും ഒരു ഫോർമൽ ഷർട്ട് ഇടുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തേക്കുന്ന പരിപാടിയാണ്. രാവിലെ തേക്കാതെ എടുത്തിട്ടുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളൊരു സംഭവത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സോൾഡ് ആവും. അപ്പോൾ ഒന്ന് ഇത് ഫീച്ചർ സ്പെസിഫിക്, അതായത് പ്രൊഡക്റ്റിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രൂഫ്, ഒത്തിരി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നത്. മൂന്നാമത്തെ പറഞ്ഞാൽ പ്യുവർ ഷോക്ക് വാല്യൂ. ചില പ്രൊഡക്ട്സ് ഉണ്ട്, ചില പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി റെവല്യൂഷണറി ആണ്, നമുക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. ആ പ്രൊഡക്റ്റ് തന്നെ ഒരു ഷോക്ക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് തന്നെ ഷോക്ക് വാല്യൂ ഉണ്ടാക്കുന്ന സാധനമുണ്ട്. അതാണ് ഷോക്ക് വാല്യൂ വെച്ച് സെല് ചെയ്യാന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ChatGPTയുടെ പുതിയ ഏജന്റ് മോഡാണ്. ഏജന്റ് മോഡ് അവരുടെ ബ്രൗസറും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബേസിക്കലി സംഭവിക്കുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് ആ പ്രൊഡക്റ്റിന് ഷോക്ക് വാല്യൂ ഉള്ളതുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡയറക്റ്റ് സംസാരിച്ചാൽ മതി, ആൾക്കാർ ഞെട്ടിപ്പോകും. ഫോർ എക്സാമ്പിൾ, ഈ ഏജന്റ് മോഡ് ഉപയോഗിച്ച് ChatGPTക്ക് കോട്ടയത്ത് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താനെ ChatGPT ബ്രൗസർ ഓപ്പൺ ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ഗേറ്റ് വേ വരെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സ്ഥലം വരെ ഞെക്കിയെല്ലാം വയ്ക്കും. നമ്മൾ പേയ്മെന്റ് മാത്രം അപ്രൂവ് ചെയ്യുക, അത് ഇത് നടക്കും. അതായത് വേറൊരു അസിസ്റ്റന്റ് നമുക്കായിട്ട് ചെയ്യുന്ന പോലെ. മുമ്പേ ChatGPT പറഞ്ഞു തരത്തേ ഉള്ളായിരുന്നു, ഇപ്പോൾ അത് ചെയ്യും. അങ്ങനത്തെ ഒരു സാധനമാണെങ്കിൽ നിങ്ങൾ വലിയ ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ആകെ നല്ലൊരു ഹുക്ക് വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻ പോലും വേണ്ട, ബോഡിക്കകത്ത് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഷോക്ക് വാല്യൂ തന്നെ അത് സംഭവം വൈറലായിക്കോളും. അങ്ങനെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. മറ്റേ ഈ വെള്ളം വീണ, ചെളി വീണ പറ്റാത്ത ഷർട്ടിൻ്റെ പരസ്യങ്ങളുണ്ട്. ജസ്റ്റ് ചെളി ഇങ്ങനെ ഷർട്ടിലോട്ട് ഒഴിച്ച് കാണിച്ചാൽ മതി, അപ്പോഴത്തേക്കും മറ്റേ ഇതിങ്ങനെ ഒലിച്ചു പോയി കഴിഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെളിയും പറ്റത്തില്ല. പ്ലാസ്റ്റിക് പോലത്തെ തുണി. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ ഡയറക്റ്റ് ഈ ബോഡിക്കകത്ത് കസ്റ്റമറിൻ്റെ പെയിൻ പോയിന്റ് സൊല്യൂഷൻ പോകേണ്ട ആവശ്യമില്ല, പ്രൊഡക്റ്റിന്റെ ഫീച്ചറിനെ കുറിച്ച് സംസാരിച്ചാൽ അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. അത് ഷോക്ക് വാല്യൂ ഉള്ള പ്രൊഡക്ട്സിന് മാത്രം. ChatGPT അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്. EV കാർസ് ആദ്യം ഇറങ്ങിയപ്പോഴും EV സ്കൂട്ടർ ഇറങ്ങിയപ്പോഴും എല്ലാം അതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, നൗ ഇതാണ് UGCക്കായിട്ട് മെയിനായിട്ട് വരുന്നത്. പിന്നെ എഡിറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഒരു ഫ്രെയിം 3 സെക്കൻഡിൽ കൂടുതൽ നിൽക്കാതിരിക്കാൻ നോക്കണം. എപ്പോഴും 3 സെക്കൻഡിനുള്ളിൽ കട്ട് കൊണ്ടുവരണം. ഇനി കട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, സ്റ്റാറ്റിക് ഫ്രെയിം ആണെങ്കിൽ സൂം ഇൻ സൂം ഔട്ട് പയ്യെ സൂം ഇൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് മറ്റേ ബി റോൾസ് ആഡ് ചെയ്യുക, ഇടയ്ക്ക് ഗ്ലിച്ചസ് ആഡ് ചെയ്യുക. ഭയങ്കര എൻഗേജിങ് ആയിരിക്കണം, ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. നെവർ ലെറ്റ് എ ഫ്രെയിം ഒരു 3 സെക്കൻഡ് എക്സീഡ് ചെയ്യാൻ സമ്മതിക്കരുത്. ഇപ്പോൾ എഡിറ്റിങ്ങിൽ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിരിക്കണം. എഡിറ്റ് ചെയ്യുമ്പോഴും ഒരു എഡിറ്റേഴ്സ് നോക്കേണ്ട സാധനം ഏത് വിഷ്വലാണ് ഈ ഹുക്കിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പിടിച്ചു നിർത്താൻ പോകുന്നത് എന്നുള്ളത് എഡിറ്റേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. സോ അവിടെ ഒരു UGC ഉണ്ടാക്കുമ്പം ഇത് ഷൂട്ട് ചെയ്യുന്ന ആളുടെയും ഇത് എഴുതുന്ന ആളുടെയും അതുപോലെ ഇത് എഡിറ്റ് ചെയ്യുന്ന ആളുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ട് വരേണ്ടത്. വേർ ഇതിൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ഹുക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എഡിറ്ററും റൈറ്ററും പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് ഹുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. ബോഡി പ്രൈമർലി റൈറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ബിക്കോസ് ആ റൈറ്ററാണ് ഏറ്റവും നല്ലതായിട്ട് ഈ പ്രൊഡക്റ്റിനെ വിശദീകരിക്കേണ്ടത്. വൈൽ സെക്കൻഡറി റെസ്പോൺസിബിലിറ്റി വരുന്ന എഡിറ്ററിനാണ് അത് ബോർ അടിപ്പിക്കാതെ കൺവേ ചെയ്യുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് ഫാസ്റ്റ് കട്ട്സും ഏറ്റവും കമ്പല്ലിംഗ് വിഷ്വൽസും കാണിക്കുന്നത്. ആൻഡ് വെൽ CTA എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് മാർക്കറ്ററാണ് പറയേണ്ടത് ഏത് CTA ആണ് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങോട്ട് വയ്ക്കുക എന്നുള്ളത്. സോ ഇങ്ങനെയാണ് ഒരു UGC ആഡ് സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ ഒരു ബെസ്റ്റ് 5-6 UGCയും ബ്ലൂ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള UGCസിൻ്റെ പോർട്ട്ഫോളിയോസും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിടാം. നിങ്ങൾക്ക് പോയി ക്ലിക്ക് ചെയ്ത് അത് കാണുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.